അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കണ്ണൂരിലേക്കാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതകളിൽ KC വേണുഗോപാൽ മുൻനിരയിലെത്തുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ നേട്ടമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ജനതകത്തിന്റെ സ്വാഭാവികമായ തുടർച്ച കൂടിയായി വിലയിരുത്തപ്പെടുകയാണ്. കണ്ണൂരിൽ വേരുള്ളവർ കേരളം ഭരിക്കുക എന്നത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന കൗതുകമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ് തുടക്കം. കണ്ണൂരിലെ കോലത്തുനാട്ടിൽ നിന്നുള്ള രാജകുമാരിയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അമ്മ. തിരുവിതാംകൂറിലെ ആഭ്യന്തര കലഹങ്ങളെയും 8 വീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തിയത് സിരകളിലെ വടക്കൻ വീര്യം കൊണ്ടാണെന്ന് ചരിത്രകാരന്മാരുടെ നിരീക്ഷണം. ലീഡർ K കരുണാകരന്റെ ജനനവും കണ്ണൂരിലാണ്, ചിറക്കലിൽ. എന്നാൽ രാഷ്ട്രീയ വളർച്ചയ്ക്കായി തെരഞ്ഞെടുത്തത് തൃശൂരിന്റെ മണ്ണും. കണ്ണൂരിന്റെ പോരാട്ട വീര്യം തൃശൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയുമായി സംയോജിപ്പിച്ച് കരുണാകരൻ 4 തവണയാണ് മുഖ്യമന്ത്രി പദവിയിലെത്തിയത്. കണ്ണൂരിട്ടെങ്കിലും രാഷ്ട്രീയ കരുത്തിന് ആധാരമാക്കിയത് ആ വടക്കൻ ജനിതകം തന്നെ. വിപ്ലവത്തിന്റെ മണ്ണായ കല്യാശ്ശേരിയിൽ നിന്ന് രാഷ്ട്രീയ പാഠങ്ങൾ പഠിച്ച നായനാർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന വിജയങ്ങൾ പലതും കുറിച്ചത് കണ്ണൂരിന് പുറത്തായിരുന്നു, പ്രത്യേകിച്ച് മലമ്പുഴയിൽ. കണ്ണൂർക്കാരനായ നായനാർ പാലക്കാട്ടുകാരുടെ പ്രിയങ്കരനായ ഭരണാധികാരിയായി 3 വട്ടം മുഖ്യമന്ത്രി കസേരയിലിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡും സ്വന്തമാക്കി. കരുണാകരനിൽ നിന്നും നായനാരിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം മണ്ണിൽ ഉറച്ചു നിന്ന് ഭരണം നയിക്കുന്ന ശൈലിയാണ് പിണറായിയുടേത്. കണ്ണൂരിലെ പിണറായിയിൽ ജനിച്ച പാർട്ടി ഗ്രാമങ്ങളുടെ ഹൃദയമായ ധർമ്മടത്തെ പൊളിറ്റിക്കൽ കോട്ടയാക്കി മാറ്റിയ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പുതുവിപ്ലവം സൃഷ്ടിച്ചു. കേരള ചരിത്രത്തിൽ ഭരണ തുടർച്ച എന്ന അസാധ്യമായ നേട്ടം കൈവരിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഈ നിരയിലെ ഏറ്റവും പുതിയ പേരാണ് പയ്യന്നൂരുകാരനായ KC വേണുഗോപാലിന്റേത്. കരുണാകരന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയ കളിത്തട്ടായി അദ്ദേഹം തെരഞ്ഞെടുത്തത് ആലപ്പുഴയായിരുന്നു. പയ്യന്നൂരിൽ നിന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക ശബ്ദമാണ്. ഹൈക്കമാൻഡ് ഒടുവിൽ വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചാൽ കേരളം കാത്തിരിക്കുന്നത് ഒരു സുപ്രധാന തീരുമാനത്തിനായാണ്. കരുണാകരനെയും നായനാരെയും പോലെ ജന്മനാടിന് പുറത്തുള്ള സുരക്ഷിതമായ മണ്ഡലത്തിൽ അദ്ദേഹം അഭയം തേടുമോ, അതോ തന്റെ രാഷ്ട്രീയ ശത്രുക്കളുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ തന്നെ ചെന്ന് ജനവിധി തേടാനുള്ള കണ്ണൂർ കരുത്ത് കാണിക്കുമോ? കണ്ണൂരിലെ CPM ശക്തിയെ തട്ടകത്തിൽ തന്നെ നേരിടാൻ KC വേണുഗോപാൽ തീരുമാനിച്ചാൽ അതൊരു പുതിയ പാത വെട്ടിത്തെളിക്കലാകും. തൽക്കാലം എല്ലാ ശ്രദ്ധയും AICCയുടെ ആ വലിയ പ്രഖ്യാപനത്തിൽ കേന്ദ്രീകൃതമാണ്.